പുഷ്പ 2 ഇതൊരു തെലുങ്ക് സിനിമയാണ്. തെലുങ്ക് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ് ഇപ്പം ഇവിടെ ഉള്ളത്. തമിഴ് വേർഷനും ഉണ്ട്. മലയാളം കാണാനാണ് ഏറ്റവും തിരക്ക്. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ്. ആവശ്യമില്ലാതെ ഹൈപ്പ് അടിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഇപ്പോൾ കൽക്കി ആണെങ്കിലും വേട്ടയ്യനാണേലും കങ്കുവാണേലും ഇപ്പോൾ ഈ പറയുന്ന പുഷ്പയ്ക്കാണേലും സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ സിനിമ എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പ്രേക്ഷകനെ വരെ ഇവർ ഭയങ്കരമായ സിനിമകളാണ് എന്ന് മനസ്സിലേക്ക് കുത്തിക്കയറ്റുകയാണ് ഇവർ. എവിടെയോ കിടക്കുന്ന അല്ലു അർജുനെ പിടിച്ചുകൊണ്ട് ലുലുമാളി കൊണ്ടുവരിക, സൂര്യനെ കൊണ്ടുവരിക, വേറെ കുറേ ആക്ടേഴ്സിനെ കൊണ്ടുവരിക, ഭയങ്കര പ്രൊമോഷൻ. എവിടെ തുറന്നാലും സിനിമയുടെ പേര് മാത്രം ബ്രഹ്മാണ്ഡ സിനിമയാണ്, അങ്ങനത്തെ സിനിമയാണ്, ഇങ്ങനത്തെ സിനിമയാണ് ആളുകളെ മൊത്തം പറഞ്ഞ് ആളുകളെ മനസ്സിലേക്ക് കുത്തിക്കയറ്റുകയാണ്. എന്നിട്ട് ഈ മൈൻഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഫാൻസും ഈ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് സിനിമയ്ക്ക് വന്നു. ഈ സമയത്ത് ഇപ്പോൾ ഈ 3 മണിക്കും 4 മണിക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സിനിമ കാണുന്ന ടൈമല്ല, സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയവുമല്ല. പിന്നെ അത്രയും നല്ല സിനിമയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ എന്നൊരു ഫീല് നമുക്ക് വരത്തുള്ളൂ. പിന്നെ ടൈമില്ലാത്ത ടൈമിൽ സിനിമ കാണാൻ പറയുന്ന സമയത്ത് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എറൗണ്ട് ഒരു 3-3.5 മണിക്കൂർ. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് പടപടപടാന്ന് തീരുന്ന ഒരു പരിപാടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും നെഗറ്റീവ് കമൻസ് വരത്തില്ല. കാര്യം അത്രയും നെഗറ്റീവ് കമൻസ് വരാനുള്ള പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കില്ല. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ തെലുങ്ക് സിനിമയാണ്. ഒരു തെലുങ്ക് ഓഡിയൻസിന് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു തെലുങ്കിൽ ഹിറ്റായിരിക്കും. കാര്യം അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തങ്കച്ചി പാസം, അമ്മ പാസം, ദൈവം കളി, മറ്റേ ശൂലം കുത്തല്, മറ്റേ ഭസ്മറിയുക, മഞ്ഞളെറിയുക, ചൂലം കൊണ്ട് കുത്തുക, അതിൻ്റെ രീതിയിലുള്ള ഡാൻസ്, അവിടെ കിടന്നിട്ടുള്ള ഫൈറ്റ് പരിപാടികൾ, പിന്നെ കൂട്ടുകാരുടെ മുമ്പിൽ കിടന്നുള്ള ഷോ ഓഫ്, ഈ ഒരു സാധനം തന്നെയാണ് സുകുമാർ പിടിച്ചിരിക്കുന്നത്. അതിന് മേലോട്ടൊന്നും പിടിച്ചിട്ടില്ല. അതായത് പുഷ്പ എന്ന് പറഞ്ഞ ആൾ ഇമ്മൻസിവലി റിച്ച് ആണ്. പക്ഷെ അവൻ്റെ കാഴ്ചപ്പാട്, അവൻ്റെ ജീവിത രീതികൾ, അവൻ്റെ ഡ്രസ്സിങ്, അവൻ്റെ കൂട്ടുകാർ എല്ലാം നോർമലാണ്, ലോക്കലാണ്, ആ ലെവലിലാണ്. അപ്പോൾ അവൻ കാണിക്കുന്ന സ്റ്റൈലിഷ് പരിപാടികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അല്ല നമ്മൾ എനിക്കൊന്ന് കുറേ ആളുകൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഭയങ്കര കാശായിട്ടുള്ള പുഷ്പ പിന്നെ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോയി വേറൊരു സ്റ്റൈലാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം നെഗറ്റീവ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു നോർമൽ തെലുങ്ക് സിനിമ അത് മലയാളം ഡബ്ബ് കാണാൻ പോയാൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായ കാര്യങ്ങൾ 1-2 കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3.5 മണിക്കൂർ ഒരു ഡ്യൂറേഷനും, പിന്നെ ഷിക്കാവത്ത് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കഥാപാത്രം. ആ പുള്ളി എന്തോ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരെ എക്സ്പെക്ട് ചെയ്ത് പോയി. കാരണം ആ രീതിയിലൊരു ടെറർ ഫീലാണ് നമുക്ക് ഫസ്റ്റിൽ നമുക്ക് കിട്ടിയത്. ഇവിടെ ഇടികൊള്ളുന്ന ഒരു നായകൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നായകൻ്റെ ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ വില്ലൻ, ലാസ്റ്റ് തല്ലിക്കൊല്ലുന്ന വില്ലൻ, ആ രീതി ലെവലിലേക്ക് ഫഫയെ മാറ്റിയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ വേറെ ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ലക്ഷ്മി എനിക്ക് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഭാര്യ എന്ന രീതിയിലും ഡയലോഗ്സും പരിപാടിയൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കും തന്നെ ഇതിനകത്ത് സ്പേസ് ഇല്ല. ഫുള്ള് അല്ലു തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ലു ഷോയാണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ പരിപാടികൾ പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാൻസ് ആണെന്ന് പറഞ്ഞാലും സ്റ്റണ്ടാണെന്ന് പറഞ്ഞാലും ആ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള രീതികളെന്ന് പറഞ്ഞാലും അവൻ്റെ ആ ഒരു സെക്കൻഡ് ഇൻട്രോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, കിടിലമായിരുന്നു. പിന്നെ ചന്ദനക്കടത്തെ പരിപാടികളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല തിയേറ്ററിൽ നല്ലൊരു ഒരു ടൈമിൽ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു രണ്ടാമത് കാണുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല. 3.5 മണിക്കൂർ പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കത്തില്ല. നെറ്റ്ഫ്ലിക്സ് എന്തായാലും എനിക്കൊന്ന് 200-225 കോടിക്ക് എന്താണ് ഒരുപാട്ട് പരിപാടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3-4 ആഴ്ചക്കുള്ളിൽ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒന്നെങ്കിൽ തിയേറ്ററിൽ കാണാൻ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കാണാൻ, അത് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പം ഓക്കെ.